തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ജംഗ്ഷനിൽ അനന്തപുരി വികസന സന്ദേശ പദയാത്ര നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇന്ന് പതാക കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ചെങ്കോട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയാണ് പദയാത്ര. തത്സമയം ചെല്ലമംഗലം വാർഡ് സ്ഥാനാർത്ഥി ശ്രീ വിജയ് മോഹൻ, ഇടവക്കോട് വാർഡ് സ്ഥാനാർത്ഥി ശ്രീ സ്വാതി എസ് കുമാർ, മണ്ണന്തല വാർഡ് സ്ഥാനാർത്ഥി ശ്രീ ചെമ്പടന്തി ഉദയൻ, നാലാഞ്ചിറ വാർഡ് സ്ഥാനാർത്ഥി ശ്രീമതി ആനി ചാക്കോ തുടങ്ങി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്ന വികസിത അനന്തപുരി സന്ദേശ പദയാത്രയാണ് ഇതാ ഈ നാട്ടുവീതിയിലൂടെ കടന്നുവരുന്നത്. തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ജംഗ്ഷനിൽ നിന്നും അനന്തപുരി വികസന സന്ദേശ പദയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെ പതാക കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ചെങ്കോട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയാണ് പദയാത്ര. തിരുവനന്തപുരത്തിന്റെ അനന്തപുരിയുടെ വികസനം BJPയിലൂടെ ആ ലക്ഷ്യപൂർത്തീകരണത്തിനുള്ള വികസന സന്ദേശ പദയാത്രയാണ് പുരോഗമിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചത്. വി മുരളീധരനാണ് പതാക കൈമാറിയത്. ചെങ്കോട്ടുകോണത്തു നിന്നും ആരംഭിച്ച ഈ പദയാത്ര കഴക്കൂട്ടത്താണ് സമാപിക്കുക. രാജേന്ദ്രനും കൂട്ടർക്കും ഇനി ഈ നാട് മാപ്പ് നൽകില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ലാപ്ടോപ്പിൽ അഴിമതി നടത്തിയ ഇടതുപക്ഷ ഭരണകൂടത്തിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ നയിക്കുന്ന വികസിത അനന്തപുരി സന്ദേശ പദയാത്ര ഇതാ ഈ ഗ്രാമവീഥിയിലൂടെ കടന്നുവരുന്നു. വികസിത അനന്തപുരി സന്ദേശ പദയാത്ര ഇന്ന് വൈകുന്നേരം ചെങ്കോട്ടുകോണം ജംഗ്ഷനിൽ വെച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്ത് പ്രയാണം ആരംഭിച്ച വികസിത അനന്തപുരി സന്ദേശ പദയാത്ര ഇതാ ഇതുവഴി കടന്നുവരുന്നു. നമ്മൾ പടരണം ഈ നാടിനായി നേര് പുലരുവാനുറച്ചു പോരടിക്കണം. ഏറ്റുമുട്ടി ആയിരങ്ങൾ വീണടിഞ്ഞ വീതി തന്നിൽ കാട്ടുതിക്കടങ്ങളായി പ്രോജ്വലിക്കണം. തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ജംഗ്ഷനിൽ നിന്നിതാ അനന്തപുരി വികസന സന്ദേശ പദയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് ജാഥ ക്യാപ്റ്റൻ. വി മുരളീധരന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചത്. ചെങ്കോട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയാണ് പദയാത്ര. മാറാത്തത് ഇനി മാറും, മാറാത്തത് ഇനി മാറും. നമുക്ക് വേണ്ടത് വികസിത അനന്തപുരി, നമുക്ക് വേണ്ടത് വികസിത അനന്തപുരി. തിരുവനന്തപുരം നഗരസഭയെ അഴിമതിയുടെ മുൻ കേന്ദ്രമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ വി മുരളീധരൻ നയിക്കുന്ന അനന്തപുരി വികസന സന്ദേശ പദയാത്ര. പദയാത്ര പുരോഗമിക്കുകയാണ്. ചെങ്കോട്ടുകോണം ജംഗ്ഷനിൽ നിന്നാണ് പദയാത്ര ആരംഭിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് വി മുരളീധരന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചത്. ചെങ്കോട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയാണ് പദയാത്ര. വികസിത അനന്തപുരി സന്ദേശ പദയാത്ര ഇതാ ഈ ഗ്രാമവീഥിയിലൂടെ കടന്നുവരുന്നു. BJP കഴക്കൂട്ടം മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുനിൽ SS, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീ മണികണ്ഠൻ, ശ്രീ മഹാദേവപുരം ഇവരുമായി ദിഷ്ണ ചേരുകയാണ്. ദിഷ്ണ, വികസന പദയാത്രയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വി മുരളീധരനാണ് പദയാത്ര നയിക്കുന്നത്. മറ്റു വിവരങ്ങൾ. മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികളും മുതിർന്ന നേതാക്കളും അണിനിരക്കുന്ന ആവേശോജ്വലമായ പദയാത്ര. തീർച്ചയായും KP, ആവേശോജ്വലമായ വികസന പദയാത്രയ്ക്ക് തന്നെയാണ് BJP തുടക്കം കുറിച്ചിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ടാണ് ഈ യാത്ര തുടങ്ങിയിരിക്കുന്നത്. കനത്ത മഴയുണ്ട്. ആ മഴയൊന്നും വകവയ്ക്കാതെ വലിയ രീതിയിലുള്ള സ്വീകാര്യത തന്നെയാണ് ഓരോ സ്ഥലത്തു നിന്നും ലഭിക്കുന്നത്. മഴയുണ്ട്, പക്ഷെ ആ മഴയിലൊന്നും തളരാത്ത പോരാട്ട വീര്യത്തോടു കൂടി നടന്നു മുന്നേറുകയാണല്ലേ. അത് ഈ തിരഞ്ഞെടുപ്പിലും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ മഴയും വെയിലും ഒന്നും തടസ്സമല്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ വളരെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പദയാത്ര നടക്കുന്നത്. കഴക്കൂട്ടത്തെ 15 സ്ഥാനാർത്ഥികളോടൊപ്പമാണ് ഇന്ന് ഈ പദയാത്രയ്ക്ക് ഞാൻ നേതൃത്വം നൽകുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം, ആ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. നിരവധി അനുകൂല ഘടകങ്ങൾ ഇപ്രാവശ്യം BJPക്കുണ്ട്. അത് തിരുവനന്തപുരം കോർപ്പറേഷനായാലും അല്ലെങ്കിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ശബരിമല കൊള്ള ഉൾപ്പെടെ നിരവധി അനുകൂല ഘടകങ്ങളുണ്ടല്ലേ.
കടന്നു വരുന്നു. ബിജെപി തീർച്ചയായിട്ടും മണ്ഡലം കമ്മിറ്റി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്ര നേരിൽ കാണാൻ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് NDAയും BJPയും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. ആ ലക്ഷ്യം ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത്. മുരളിയുടെ ഒറ്റ വാക്കിൽ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഒറ്റ വാക്കിൽ തിരുവനന്തപുരം വികസിക്കണം, നമുക്ക് മാറ്റമുണ്ടാകണം, NDA തിരുവനന്തപുരത്ത് ഭരണത്തിൽ വരണം. തീർച്ചയായും KP, ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി അനുകൂല ഘടകങ്ങൾ ഇപ്രാവശ്യം BJPക്ക് ഉണ്ട് എന്ന് തന്നെയാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും NDAക്ക് വേണ്ടി വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ NDA അധികാരത്തിൽ വരണം എന്നാവശ്യപ്പെട്ട് വലിയ ആവേശോജ്വലമായ യാത്രയും ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തെ തുറന്നുകാട്ടിയുള്ള യാത്രയ്ക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. KP, തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ജംഗ്ഷനിൽ നിന്നാണ് അനന്തപുരി വികസന സന്ദേശ പദയാത്ര ആരംഭിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് വി മുരളീധരൻ, ജാഥ ക്യാപ്റ്റൻ വി മുരളീധരന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചത്. ചെങ്കോട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയാണ് പദയാത്ര. ദിഷ്ണ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.